അങ്ങനെ ചിക്കനൊക്കെ ഇതാ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് കാത്തു നിന്ന് അവരുടെ ക്ഷമയൊക്കെ നശിച്ചിട്ടുണ്ടാവും. ഇനി എന്തായാലും പെട്ടെന്ന് തന്നെ കൊടുക്കാം. നെയ്ച്ചോറോ ബിരിയാണിയോ തേങ്ങാച്ചോറൊക്കെ ആണെങ്കിൽ മാത്രമേ ഫാദി കഴിക്കുള്ളൂ കേട്ടോ. തേങ്ങാച്ചോറാണെങ്കിലും അവനങ്ങനെ വല്ലാതെ കഴിക്കില്ല. അല്ലാത്ത സാധാ ചോറാണെങ്കിലൊക്കെ ഞാൻ തന്നെ വാരി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവന് ആ ഒരു കൂട്ടാൻ മാത്രം കഴിച്ചിട്ട് എണീറ്റ് പോരും. പിന്നെ ചിക്കൻ്റെ ലെഗ് ഉള്ളതും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും അവന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. അപ്പോൾ എന്തായാലും കുടിവെള്ളമൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മോട്ടറൊക്കെ ഇട്ട് വെള്ളമൊക്കെ പിടിക്കുക. നമുക്ക് കോട്ടേഴ്സത്തെ 4 കൂട്ടർക്കും വെള്ളം മോട്ടറൊക്കെ ഒന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരെങ്കിലും ഒരാൾ ഇടുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ പിടിച്ച് വെക്കാം. അപ്പോൾ ഇന്ന് ചിക്കൻ ലെഗും കുമ്പളങ്ങ കറിയാണ് കേട്ടോ. ഈ ഒരു കുമ്പളങ്ങ കറി ഫാദിക്ക് ചില ടൈമിൽ ഇഷ്ടപ്പെടും, ചില ടൈമിൽ ഇഷ്ടപ്പെടില്ല. ഉപ്പേരിക്ക് ഞാൻ വെറുതെ വെക്കാൻ കേട്ടോ. അതൊന്നും കഴിക്കൂല. സച്ചു കഴിക്കൂട്ടോ. പിന്നെ കുഞ്ഞാക്ക വന്നപ്പോൾ കുറച്ചധികം പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്ത് പിന്നെ ഒന്നും വെക്കാൻ പറ്റില്ല. പെട്ടെന്ന് അറിയും കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വേഗം ക്ലീൻ ചെയ്യാം. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ചോറൊക്കെ സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ചോറ് വാരൽ തന്നെയാണ്. ലാസ്റ്റ് എന്തായാലും കഴിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഇനി വാരി കൊടുക്കണം കേട്ടോ. വെള്ളം ഇത്രയധികം പിടിക്കുന്നത് രാവിലെ പണിക്കാരുള്ളതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ആ ഒരു ടൈമിൽ നമുക്ക് മോട്ടർ ഇടാൻ പറ്റില്ല. ടാങ്കൊക്കെ നിറഞ്ഞിരിക്കും. അവരുടെ വയറ് നിറയുന്നതിന് മുന്നേ എൻ്റെ വയറൊന്ന് ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ കുഞ്ഞാക്ക എനിക്കിഷ്ടമുള്ള എൻ്റെ സീതപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് നിലക്കടലയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഫാദിയും കുറച്ച് അതെടുത്ത് കഴിച്ചു. എന്നിട്ടാണ് പിന്നെ ചോറ് വാരി കൊടുക്കാൻ വരുന്നത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒരു സമാധാനമാണ് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വിഷമം അവർ കഴിക്കാത്തതിൻ്റെ ദേഷ്യം എല്ലാം കൂടെ നമ്മൾ അവരുടെ മേലെ തീർക്കും. പിന്നെ ഞങ്ങൾ ഓരോ സ്കൂളത്തെ വിശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചോറ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബും ലൈക്കും മറക്കല്ലേ.